ഹായ് ഹലോ നമസ്കാരം ഏവർക്കും മൈ ഫാം വൈബ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സി ജോസഫ് വിജയുടെ കുറച്ച് വിശേഷങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ വന്നിട്ട് അദ്ദേഹം 1 മന്ത് തികഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം കുറേ ഭരണപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് സിംഗപ്പെണ്ണി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി രൂപീകരിക്കുകയുണ്ടായി. വിജയ് സിനിമയായ ബിഗിൽ ചിത്രത്തിലെ സോങ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിട്ടുണ്ടാവുക അദ്ദേഹത്തിന്. സിംഗപ്പെണ്ണേ സിംഗപ്പെണ്ണേ ആണിനെ മുന്നേ വണങ്ങുമേ. ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണിത്. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സി ജോസഫ് വിജയ് തൻ്റെ നാട്ടിലെ സ്ത്രീ സുരക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത പോലീസ് പെൺപടയ്ക്ക് സിംഗപ്പെണ്ണ് എന്ന നാമധേയമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഇത്. ഇതിന് പ്രത്യേക സേന രൂപീകരിച്ചിട്ടുണ്ട്. സിംഗപ്പെണ്ണെ എന്ന സോങ്ങിലെ വരികൾ പോലെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക സുരക്ഷയും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദളപതി വിജയ് ഒരുക്കിയ ഒരു സന്നാഹത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സിംഗപ്പെണ്ണ് എന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ സേനാ രൂപീകരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വളരെ ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിച്ചത്. ഇത് സമൂഹ മാധ്യമത്തിലേക്ക് വളരെ വാർത്തയായൊരു പദ്ധതിയായിരുന്നു. ഇതിൽ ലേഡി സേനയുടെ വാഹനത്തിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വിജയ് ഡ്രൈവ് ചെയ്തത് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടിരുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗൈസ്. എന്താണെന്നോ, അദ്ദേഹം ഈ ഒരു ചടങ്ങിലേക്ക് വന്നത് വളരെ സ്റ്റൈലിഷായിട്ടായിരുന്നു. സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ലേ സാധാരണ, അതേപോലെ തന്നെ വളരെ സ്റ്റൈലായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. വെയർ ചെയ്തിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരുന്നു. കോട്ടും സൂട്ടും തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം എന്ന് പറയുന്നത്. നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് അദ്ദേഹം വേഷം ധരിച്ചിരുന്നത്. പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് തൻ്റെ ആഭ്യന്തര വകുപ്പിന് ശരിയായ നിർദ്ദേശങ്ങൾ, അതായത് തമിഴ്നാട് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് SP-യും അതേപോലെ തന്നെ മറ്റ് കമ്മീഷണറും ഒക്കെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 750 കേസുകൾ വരെ ഉള്ള ഓരോരുത്തരെയും കേസിലേക്ക് വിളിച്ചിട്ട് ഗുണ്ടാ നേതാക്കളെയും കൂലി തല്ലുകാരെയൊക്കെ വിളിച്ച് കൂട്ടി കമ്മീഷണറും അതേപോലെ തന്നെ SP-യും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് താക്കീതൊക്കെ നൽകി വിട്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ അവരൊരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവർ കുടുംബത്തിലുള്ളവരും കൂടെ ആണ്. അതുകൊണ്ട് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് നന്നായി ജീവിക്കുക. തിരുവിഴ, ജല്ലിക്കെട്ട്, അതേപോലെ തന്നെ സരക്കടിച്ചിട്ട് തല്ലുകൂടണത്, ഇതെല്ലാം ഇനിമേ പത്താത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കമ്മീഷണറുടെ സംസാരത്തിൽ നിന്നാണ് അതെല്ലാം നമുക്ക് കേൾക്കാൻ സാധിച്ചത്. പിന്നെ സ്ത്രീ സുരക്ഷയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് CM ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്. ഇനിയിപ്പം തമിഴ്നാടിൻ്റെ ഒരു തലവര എന്ന് പറയുന്നത് CM ജോസഫ് വിജയുടെ കൈകളിലാണ്. അദ്ദേഹം വളരെ സുരക്ഷിതമായി തന്നെ ആ ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലും ഒരു നല്ല CM ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ CM-ആയ PD സതീശൻ അതേപോലെ അദ്ദേഹത്തിനെ പോലെ തന്നെ നല്ല രീതിയിലൊരു രാഷ്ട്രീയം കാഴ്ചവെക്കട്ടെ എന്ന് മനസ്സാൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വരികയും അവർ മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ കുറേ ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് കാണാനായിട്ടൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവായിട്ട് ഇതിനെ കാണാതെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ടുള്ള ആ ഒരു കഴിവുണ്ടാവട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കട്ടെ. CM വിജയ്ക്ക് വാഴ്ത്തുക്കൾ.